ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിൽ ചെന്ന് അലീനയെ വെല്ലുവിളിച്ച് തിരിച്ചു വീട്ടിലെത്തിയ റീത്താമ്മ തൻ്റെ സഹോദരങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി. 4 സഹോദരന്മാരാണ് എൽസമ്മയ്ക്കും റീത്താമ്മയ്ക്കും ഉള്ളത്. ഏലിയാസ്, സ്റ്റീഫൻ, അച്ഛൻ കുഞ്ഞ്, സേവ്യർ എന്നിവരാണ് ഈ 4 പേര്. റീത്താമ്മ വിവരം അറിയിച്ചതിനെ തുടർന്ന് എൽസമ്മയുടെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. റീത്താമ്മ താൻ കുളത്തൂർ പുഴയിൽ പോയത് മുതലുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അക്ഷമരായിരിക്കുകയാണ് ഏലിയാസും സ്റ്റീഫനും അച്ഛൻ കുഞ്ഞുമെല്ലാം. സേവ്യർ അല്പം വൈകിയാണ് എത്തിയത്. വന്നപാടെ എൽസമ്മയെ തിരക്കുന്നുണ്ട്. അവളേതോ ബൈബിൾ കൺവെൻഷനോ ധ്യാനത്തിനോ മറ്റോ പോയിരിക്കുകയാണെന്ന് റീത്താമ്മ മറുപടി പറയുന്നുണ്ട്. എത്ര ദിവസമായി ചേച്ചി പോയിട്ട്? സേവ്യർ ചോദിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞു. 2 ആഴ്ച മുമ്പല്ലേ ഒരു ബൈബിൾ കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ചേച്ചി പോയത്. പിന്നെയും ബൈബിൾ കൺവെൻഷൻ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണോ? ഇത് കേട്ട് അച്ഛൻ കുഞ്ഞ് പറയുന്നുണ്ട്. അവൾക്ക് ഇത് തന്നെയല്ലേ പണി. നാട്ടിലെവിടെ കരിഷ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ടെന്ന് അവളോട് ചോദിച്ചാൽ മതി, കാണാപ്പാടല്ലേ എല്ലാം. അപ്പം സേവിച്ചും പറയുക, ഈ പിള്ളേരെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ നാട് നീളെ ധ്യാനവും പ്രാർത്ഥനയായി നടക്കരുതെന്ന് റീതാമ്മ ചേച്ചിക്ക് ഇങ്ങനെ എൽസമ്മ ചേച്ചിയോട് പറഞ്ഞൂടെ? അതുകൊള്ളാം, ഞാൻ പറയാഞ്ഞിട്ടാണോടാ. അവളുടെ ഒരു ചെവിക്കോടെ കയറി മറ്റേ ചെവിക്കോടെ അത് ഇറങ്ങിപ്പോവും. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ ഉള്ളൂ അവൾക്ക് ജീവിതത്തിൽ ആകെയുള്ള ആശ്വാസം. അപ്പം സേവിച്ചൻ റീതാമ്മോട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി എന്നാത്തിനാ വരാൻ പറഞ്ഞത്? എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നി, അതാ ഞാൻ ഈ ഓടിപ്പടഞ്ഞു പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. അപ്പം റീത്താമ്മ അല്പം പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്, വലിയ വിശേഷങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നീ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. എന്നതാ റീത്താമ്മ ചേച്ചി, കാര്യം പറ. സ്റ്റാൻലി ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു അവൻ്റെ കുളത്തൂർ പുഴയുള്ള ബംഗ്ലാവിൽ. അത് തന്നെ വിശേഷം. പെണ്ണോ? ചേച്ചി എന്നതാ ഈ പറയുന്നേ? അതെടാ, പെണ്ണ് തന്നെ. ഒരു 10-23 വയസ്സ് പ്രായം കാണും. അങ്ങനെ റീത്താമ്മ താൻ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം സേവിച്ചനോട് കൂടി പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ടതോടെ 4 പേരുടെ മുഖത്തും ഗൗരവം നിറഞ്ഞു. തെമ്മാടിത്തരല്ല അവൻ കാണിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരും വരത്തില്ലെന്നുള്ള ഹുങ്കല്ലത്. അച്ഛൻകുഞ്ഞ് തൻ്റെ രോക്ഷം പ്രകടിപ്പിച്ചു. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, വെറുതെ ഇവിടെ വട്ടം കൂടിയിരുന്ന് സ്റ്റാൻലിയെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതേപ്പറ്റിയാണ് ചിന്തിക്കണ്ടേ. അല്പം നേരം ആലോചിച്ച ശേഷം സ്റ്റീഫൻ തന്നെ ഒരു നിർദ്ദേശം വെച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് ഇതിവിടെ നടക്കില്ലെന്ന് തറപ്പിച്ച് അവൻ്റെ മുഖത്ത് നോക്കി പറയാം. അപ്പം റീത്താമ്മ പറയാ, അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഫലം? അവിടെ ചെന്ന് അവൻ്റെ മുമ്പിൽ പഞ്ചഭുജം അടക്കി വേണം സംസാരിക്കാൻ. ദേഷ്യം വന്നാൽ നമ്മൾ വല്ലതൊക്കെ പറഞ്ഞു പോവും. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അവൻ നമ്മളെ ഇറക്കി വിടുകയും ചെയ്യും. ഇത്രയും കാലത്തിനിടയിൽ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് 4 വർത്താനം പറയാനുള്ള ചോണ ഈ 4 ആംഗ്ലമാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അത് കേട്ടുകൊണ്ട് ഏലിയാസ് പറയുകയാണ്, റീത്താമ്മ ചേച്ചി ചുമ്മാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. കൊല്ലാനും തിന്നാനും മടിക്കാത്ത എത്ര പട്ടികൾ അവിടെയുള്ളത്. സ്റ്റാൻലി ഒന്ന് വിരഞ്ഞു പിടിച്ചാൽ മതി, അതുങ്ങൾ കടിച്ചു കീറും. പണ്ട് അച്ഛൻ കുഞ്ഞും സ്റ്റീഫച്ചായനും കൂടി ചീത്ത പറയാൻ പോയപ്പോഴത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. റിവോൾവർ എടുത്ത് ചങ്കിന് നേരെ ചൂണ്ടിപ്പിടിച്ച് 10 മിനിറ്റ് നേരത്തോളാണ് നിർത്തിയത്. ശ്വാസം പോലും വിടാൻ പറ്റാതെ അച്ഛൻ കുഞ്ഞേട്ടൻ അന്ന് പേടിച്ച് 2 ആഴ്ചയോളം പനിച്ചു കിടന്നു. ഇത് കേട്ടപ്പോൾ അച്ഛൻ കുഞ്ഞിന് അല്പം നാണക്കേട് തോന്നി. റിവോൾവറൊക്കെ ഞാൻ വിചാരിച്ചാലും സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത് എടുത്താ കൊന്നിട്ടേ മടങ്ങൂ, അല്ലാതെ അവനെ പേടിച്ചിട്ടൊന്നല്ല. ഏതായാലും ആദ്യം അവിടെ ചെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ കാണിക്കുന്നത് തെണ്ടിത്തരാണെന്ന് മാന്യമായി പറഞ്ഞു നോക്കാം. ഒരു കാരണവശാലും നമ്മളത് അനുവദിച്ച് കൊടുക്കില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. അപ്പം സ്റ്റീഫൻ ചോദിക്കുകയാണ്, അത് അവൻ്റെ മകളാണെന്ന് ഉറപ്പാണോ? എവിടെ നിന്ന് കിട്ടി ഇത്രയും കാലം ഇല്ലാത്തൊരു മകളെ? റീത്താമ്മ ചേച്ചി ചോദിച്ചില്ലേ അയാളോട്? ഇത് കേട്ട് റീത്താമ്മ പറയുന്നുണ്ട്, അതുകൊള്ളാം, ഞാൻ ചോദിക്കാതെ പോരുമോ? 24 കൊല്ലം മുമ്പ് അവൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് അവൻ ഏതോ പെണ്ണുമായിട്ട് അടുപ്പുണ്ടായിരുന്നു അത്രേ. കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു. അത് പറയാൻ അവനൊരു നാണവും ഇല്ലെന്നുള്ളതാ അതിശയം. ഈ അടുത്താണ് ഇത്ര അറിഞ്ഞത് അതിലുള്ള കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് കേട്ട ഉടനെ അവൻ ചെന്ന് അതിനങ്ങ് ദത്തെടുത്തു. അപ്പം സേവിച്ചും ചോദിക്കുകയാണ്, അല്ല ഇതൊരെണ്ണേ ഉള്ളൂ, അതോ ഇനി ജാഥ പോലെ വേറെയും വരുമോ? അപ്പം റീത്താമ്മ പറയുന്നുണ്ട്, ആർക്കറിയാം ഇനി ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന്. അപ്പം സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം ഇത്രയും കാലം ആ കൊച്ചു എവിടെയായിരുന്നു? പെറ്റതള്ള ഒരുത്തി ഉണ്ടാവുമല്ലോ, അതെവിടെ? വീണ്ടും റീത്താമ്മ പറയുന്നുണ്ട്, ആ പെണ്ണ് ഒരു അനാഥാലയത്തിലോ മറ്റോ ആയിരുന്നെന്നാ ബൈജു വിളിച്ചപ്പോൾ പറഞ്ഞത്. പ്രസവിച്ചോള് വല്ല വഴിയാരെങ്കിലും വലിച്ചെറിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അനാഥാലയത്തിൽ വരില്ലല്ലോ. ബൈജു പറയുന്നത് കേൾക്കണം. സ്റ്റാൻലി അവളെ വലിയ രാജകുമാരിയെ പോലെയാണത്രേ കൊണ്ടു നടക്കുന്നത്. അവളുടെ റൂം മാത്രം അലങ്കരിക്കാനായി 2 ലക്ഷം രൂപയോളം ചെലവാക്കിയെന്ന്. പോരാത്തതിന് പുത്തനൊരു കാറും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ 3 മക്കളുണ്ടല്ലോ ഇവിടെ. കാറൊന്നും വേണ്ട, ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ദുഷ്ടൻ? അപ്പം സേവിച്ചും ചോദിക്കുകയാണ്, അല്ല ഈ പുനലൂരുകാർ ഈ വിവരമൊന്നും അറിഞ്ഞില്ലേ? അപ്പം റീത്താമ്മ പറയുന്നുണ്ട്, വിവരം അറിഞ്ഞ് അവതക്കുടിച്ചായും വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവളവിടെ നിന്ന് പറഞ്ഞേക്കാൻ കച്ച കെട്ടി വന്നതാ.
പക്ഷേ അവളാരാ മോള്? ചക്രവർത്താനം പറഞ്ഞ് അയാൾ എങ്ങ് കയ്യിലെടുത്തു അവള്. വന്നു കയറിയ ഉടനെ തന്നെ അവൾ അവിടെ ഭരണം തുടങ്ങിയെന്നാ കേട്ടത്. അതെല്ലാം അവളുടെ അപ്പൻ്റെ സ്വത്താണെന്ന് പറഞ്ഞ് അവിടുത്തെ ജോലിക്കാരെയെല്ലാം മര്യാദ പഠിപ്പിക്കാൻ ചെന്നെന്നാ ബൈജു പറഞ്ഞു കേട്ടത്. അപ്പം സ്റ്റീഫൻ ചോദിക്കുകയാണ്, ഇതിങ്ങനെ പോയാൽ അവസാനം തോട്ടം ബംഗ്ലാവും എല്ലാം അവളുടെ കയ്യിലിരിക്കും. അപ്പം റീത്താമ്മ, സംശയം എന്താ, എൽസമ്മയും പിള്ളേരും വഴിയാധാരാവും. അതിനു മുമ്പ് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് ചെയ്യണം. അപ്പം അച്ഛൻ കുഞ്ഞ് പറയാണ്, ആ മൂർഖൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ. പിന്നെയുള്ളത് ഒരൊറ്റ വഴിയാ, നമ്മൾ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് ചെന്ന് അയാളെ ചോദ്യം ചെയ്യുക. ഇതൊരു കുത്തഴിഞ്ഞ പ്രശ്നമാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. പിന്നെ പുനലൂർ കാര്യം വിളിക്കണം. കിളവൻ്റെ കാര്യം പോട്ടെ, അയാൾ ഇനി എത്ര കാലാ. ബാക്കിയുള്ളവരേതായാലും സ്റ്റാൻലിയുടെ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കാൻ വഴിയില്ല. അപ്പം സേവിച്ചും ചോദിക്കുക, അല്ല അയാളൊരു പട്ടാളക്കാരനല്ലേ? 25-50 ആൾക്കാരൊക്കെ കണ്ട അയാൾ പേടിക്കുമോ? ഇത് കേട്ടപ്പോൾ അച്ഛൻ കുഞ്ഞ് പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്. അവൻ നമ്മളോട് സമാധാനം പറയണം, അല്ലെങ്കിൽ പറയിപ്പിക്കണം. പോലീസിൽ അവനെതിരെ പരാതി കൊടുക്കണം. വികാരിയച്ഛൻ്റെ അടുത്തും ഈ പ്രശ്നം അവതരിപ്പിക്കണം. അതുകൂടാതെ രാഷ്ട്രീയക്കാരും ഇതിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പറയൂ അവൻ ചെയ്തത് സൽപ്രവൃത്തിയാന്ന്. നാനാ ഭാഗത്തുനിന്നും സമ്മർദ്ദം വരുമ്പോൾ അവൻ്റെ അടി പതറും, അതുറപ്പാ. നാഴിക്ക് 40 പ്രാവശ്യം അന്തസ്സിൻ്റെ കാര്യം പറയുന്നവനല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ അവൻ നാറണം, അല്ലെങ്കിൽ നാറ്റിക്കണം. അയാളുടെ തൊലി ഉരിച്ച് കാണിക്കണം നാട്ടുകാരുടെ മുന്നിൽ. അപ്പോൾ സ്റ്റീഫൻ ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് പറയണ്ടേ? ആ പച്ചൻകുഞ്ഞ് പറയുന്നുണ്ട്, ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. അത് അവൻ്റെ സന്തതി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അതിനവിടുന്ന് മാറ്റുക. അതായത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇനി യാതൊരു അവകാശം പറഞ്ഞ് വരത്തില്ലെന്ന് അവളെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിടിച്ചിട്ട് വേണം അവിടുന്ന് പറഞ്ഞയക്കാൻ. ഉടനെ റീത്താമ്മ, അത് മാത്രം പോരാ, സ്വത്തിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം വേണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ചിട്ട് അതിൽ 4 ഭാഗവും എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ തീരെ എഴുതിക്കണം. ഇല്ലെങ്കിൽ വേറൊരുത്തി നാളെ മകളാണെന്ന് പറഞ്ഞ് വന്നെങ്കിലോ, അല്ലെങ്കിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് വന്നെങ്കിലോ. ഇനി നമുക്ക് സ്റ്റാൻലിയെ വിശ്വസിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അപ്പം സേവിച്ചും ചോദിക്കുകയാണ്, അല്ല സ്റ്റാൻലി ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ? അതിന് മറുപടി പറഞ്ഞത് റീത്താമ്മയാണ്. എൽസമ്മയും മക്കളും അവൻ്റെ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹമായിരിക്കും, അതിന് സപ്പോർട്ടായിട്ട് നമ്മളും ഉണ്ടാവും. അപ്പം ഏലിയാസ് പറയുന്നുണ്ട്, നമ്മൾ ഏതായാലും ഒറ്റയ്ക്ക് പോകണ്ട. പോകുമ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെയും വികാരിയച്ഛനെയും അവൻ്റെ ക്ലബിലെ ആൾക്കാരെയും പുനലൂരുകാരെയും വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. വെറുതെ വെച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയുടെ പുനലൂരുള്ള തറവാട് വീടാണ്. ഔതക്കുട്ടിച്ചായൻ ഒരു മുറുക്കാനും മുറുക്കി സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. വീടിനകത്തു നിന്നും റോബർട്ട് എന്തോ പറയാനുണ്ടെന്നുള്ള ഭാവത്തിൽ ഔതക്കുട്ടിച്ചായൻ്റെ മുന്നിൽ വന്നു നിന്നു. ആരായിരുന്നടാ ഫോണിൽ? അത് പിന്നെ അപ്പച്ച, അഞ്ജലിൽ നിന്ന് റീത്താമ്മ ചേച്ചിയെ വിളിച്ചത്. റീത്താമ്മയോ? എന്നതാ കാര്യം? അപ്പച്ച, സ്റ്റാൻലി ചായൻ ഏതോ പെണ്ണിനെ കുളത്തൂർപ്പുഴയുള്ള വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. നേരാണോ അപ്പച്ച? ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആഹാ, അപ്പം നീ ഇതിപ്പോഴാണോ അറിയുന്നേ? അത് ശരി, അപ്പോൾ അപ്പച്ചനിത് നേരത്തെ അറിയായിരുന്നോ? എടാ, അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് അങ്ങോട്ട് പോയത്. എന്നിട്ട് അപ്പച്ചനെന്താ ഈ വിവരം ഞങ്ങളോട് പറയാതിരുന്നത്? ഓ അതോ, ചുമ്മാതെന്തിനാ മറ്റുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടാ. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിനക്ക് ഏതാണ്ട് പോലെ തോന്നുന്നില്ലേ? റോബർട്ടിന് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പച്ച, ഈ ലാലിച്ചായൻ എന്നാ തെമ്മാടിത്തരായി കാണിച്ചു വെച്ചേക്കുന്നത്? സാമാന്യ വിവരമുള്ള മനുഷ്യർ ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ അവനൊരു തെറ്റ് സംഭവിച്ചു, അത് കുറേ കാലം മുമ്പ് നടന്നതല്ലേ. അപ്പോൾ റോബർട്ട് പറയുന്നുണ്ട്, എൻ്റെ അപ്പച്ച അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ കാര്യമല്ലേ? ആ, നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എന്നാ ചെയ്യാനാ, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയില്ലേ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അപ്പച്ചനെന്നാ ലാലിച്ചായനെ ന്യായീകരിക്കുകയാണോ? ഔതക്കുട്ടിച്ചായനാണെങ്കിൽ തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഒരു ജീപ്പ് പാഞ്ഞ് വീട്ടുമുറ്റത്തെത്തി. ആൽബർട്ടാണ് വരുന്നത്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആഹാ, ആൽബിയാണല്ലോടാ അത്. അപ്പോൾ അവനും ഇവരെ അറിഞ്ഞു കാണൂലേ? പെട്ടെന്ന് ആൽബർട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി. അയാളുടെ മുഖത്ത് വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. അപ്പച്ച, ഞാനൊരു വിവരം അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം നീ എന്നതാ പറയാൻ പോകുന്നതെന്ന്. ഇനി രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ലാലിച്ചൻ്റെ ഒരു മോള് അവൻ്റെ കൂടെ കുളത്തൂർപ്പുഴയിൽ താമസിക്കാൻ വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് അവന് പറ്റിയൊരു അബദ്ധമാണ്. 10-23 കൊല്ലം ആ കൊച്ചൊരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. ഇപ്പോഴവൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതറിഞ്ഞ ഉടനെ അവൻ ആ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വന്നു. ഇത് കേട്ട് ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ അപ്പച്ചന് ചോദിക്കായിരുന്നില്ലേ ഇങ്ങനെ ഒരു നാണം കേട്ട ഏർപ്പാടിന് പോകണമായിരുന്നു എന്ന്? ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞാനത് ചോദിക്കാൻ ചെന്നതാ. പക്ഷേ ആ പെങ്കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. ലാലിച്ചൻ്റെ മോളെന്ന് പറഞ്ഞാൽ പോരാ, നല്ല അസല് മോള്. ഇത്രയും കാലം അനാഥാലയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, ഇനി അവൾ കുറച്ചു കാലം അവളുടെ അപ്പൻ്റെ കൂടെ ജീവിക്കട്ടെ സുഖമായിട്ട്. ആഹാ, അത് കൊള്ളാലോ. അപ്പം അപ്പച്ചനും അവളുടെ സൈഡാണല്ലേ? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ അതങ്ങനെ പറ്റത്തുള്ളൂ.
അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അവളുടെ സൈഡായിരിക്കും. അപ്പോൾ ആൽബർട്ട് ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അപ്പച്ച, അപ്പച്ചൻ ഇത് പറയാൻ ഒരു നാണമില്ലല്ലോ. ലാലിച്ചായൻ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടത് അപ്പച്ചനല്ലേ? ഇതെന്തൊരു നാണക്കേടാ. ഇങ്ങനൊരു കേസ് വന്നാൽ ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരുമാതിരി. ഞാനൊന്നും പറയുന്നില്ല. ആൽബർട്ടിന് രോക്ഷ അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഔതുകുട്ടിച്ചായൻ പറയുകയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് ലാലിച്ചനോട് പറ, കുടുംബത്തിന് അപമാനം വരുത്തി വെക്കരുതെന്ന്. അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? മുട്ട് വരയ്ക്കും അവൻ്റെ മുമ്പിൽ പോയി നിന്നാ. അപ്പോൾ റോബർട്ട് പറയുന്നുണ്ട്, അപ്പച്ചനല്ലേ ഇതൊക്കെ പറയേണ്ടത്, അല്ലാതെ ഞങ്ങളാണോ? അപ്പോൾ ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ അവൻ കേക്കോടാ. ഞാൻ നോക്കിയിട്ട് അവനെ മെരുക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാ പെൺകൊച്ച, അവൻ്റെ മോള്. അവൾക്കാണെങ്കിൽ അവനെ യാതൊരു പേടിയുമില്ല. ഉള്ളതുള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. അപ്പോൾ ആൽബർട്ട് അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ ലാലിച്ചന് ഇങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ആളായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെന്തു പറ്റി? അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതല്ലടാ എനിക്കും അതിശയം. അവൻ ആ കൊച്ചിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ റോബർട്ട് പറയുന്നുണ്ട്, ഏതായാലും ഇത് വല്ലാതെ നാണക്കേടായി പോയി അപ്പച്ച. എൽസമ്മ ചേച്ചിയുടെ വീട്ടുകാർ ലാലിച്ചായൻ ഒരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പുളിക്കത്തറവാട്ടുകാർ ഒട്ടും മോശക്കാരില്ലെന്ന് അപ്പച്ചനും അറിയാലോ. അവരെന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളേതായാലും ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കൂ. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ലാലിച്ചനോട് പോയി പറഞ്ഞേക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ അകത്തേക്ക് കയറിപ്പോയി. ആൽബർട്ടും റോബർട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാഭാഗങ്ങളാണ്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.